to A Study. +1 ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ബിയോണ്ട് ദി ഹൊറിസോൺസ് എന്നുള്ള യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൺറൈസ് ഓൺ ദി ഹിൽസ് എന്നുള്ള പോമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Before moving to the poem, let's discuss about the author. H.W. Longfellow, 1807 to 1882. Was an influential American poet, translator and professor at Harvard University. ഒരു അമേരിക്കൻ പോയറ്റാണ്, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്ററാണ്, ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. During his lifetime, Longfellow was considered the best of all American poets, and his works was widely translated and published in various other languages. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല വർക്കുകളും വേറെ ലാംഗ്വേജിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The poem Sunrise on the Hills presents the experience of the poet as he watches the sunrise amidst the hills. Sunrise on the Hill എന്നുള്ള പോയം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഒരു കുന്നിൻ മുകളിൽ പോയിട്ട് സൺറൈസ് കാണുന്നതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോയറ്റിൻ്റേതായിട്ടുള്ള ലാംഗ്വേജിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ പോയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള തീമാണ്, ബട്ട് അത് ഭയങ്കര വലിയ വലിയ കോംപ്ലക്സ് വേർഡ്സുകൾ വെച്ചിട്ട് തീമൊന്ന് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. Now let's read and enjoy. Travel is in fact an eye-opener. അപ്പോൾ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണ് തുറപ്പിക്കുന്ന പോലെയാണ്. നമ്മൾ പല കാര്യങ്ങൾ കാണാത്തത് കാണുന്നു, അങ്ങനെ ഒരു ഐ ഓപ്പണറാണ്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ന്യൂ റിഫ്രഷിംഗ് സ്നാപ്ഷോട്ട് ബിഫോർ us ആൻഡ് ഓഫൺ ഹെൽപ്സ് us ചേഞ്ച് അവർ ഫിലോസഫി ഓഫ് ലൈഫ്. അപ്പോൾ അത് നമ്മൾക്ക് പുതിയൊരു രീതിയിലുള്ള ചിന്തകൾ, അതേപോലെ പുതിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കും. ആൻഡ് ഓഫൺ ഹെൽപ്സ് us ചേഞ്ച് അവർ ഫിലോസഫി ഓഫ് ലൈഫ്. അതുപോലെ തന്നെ നമ്മൾ ലൈഫിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു ഫിലോസഫി മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രാവൽ എന്ന് പറയുന്നത്. നൗ റീഡ് ദി പോയം സൺറൈസ് ഓൺ ദി ഹിൽസ്. ഇനി നമ്മളോട് വായിക്കാൻ പറയാണ് സൺറൈസ് ഓൺ ദി ഹിൽസ് എന്നുള്ള പോയം വായിക്കാൻ പറയണം കേട്ടോ. സൺറൈസ് ഓൺ ദി ഹിൽസ് ബൈ H.W. Longfellow. അപ്പോൾ നമുക്ക് ഈ പോയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു സ്റ്റാൻസയും ഭയങ്കര ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്കത് ബ്രേക്ക് ചെയ്ത് നമുക്ക് മീനിങ്ങൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാൻസയിൽ ഫസ്റ്റ് 4 ലൈൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ലൈഡിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് 4 ലൈൻസ് നോക്കാം. I stood upon the hills when heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales went forth to kiss the sun's clad veils. അപ്പോൾ എന്താ പറയുന്നത്? ഐ സ്റ്റുഡ് അപ്പ് ദി ഹിൽസ്. ഞാൻ ഹിൽസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഹിൽസിൻ്റെ മുകളിലാണ് വ്യക്തി നിൽക്കുന്നത്. നമ്മളെ പോയിട്ട് നിൽക്കുന്നത് ഹിൽസിൻ്റെ കുന്നിൻ്റെ മുകളിലാണ്. വെൻ ഹെവൻസ് വൈഡ് ആർച്ച് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, ഹെവൻസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്കൈനെയാണ് കേട്ടോ. അപ്പോൾ സ്കൈൻ്റെ വൈഡ് ആർച്ച്, ഈ സ്കൈൻ്റെ വൈഡായിട്ടുള്ള ഈ ആർച്ച്, അതായത് ഓപ്പൺ ആയിട്ടുള്ള നമ്മളുടെ ഭയങ്കര വൈഡായിട്ടുള്ള ഈ സ്കൈനെ കുറിച്ചാണ് ഇവിടെ കവി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാസ് ഗ്ലോറിയസ് വിത്ത് സൺസ് റിട്ടേണിങ് മാർച്ച്. വാസ് ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര തിളങ്ങി നിൽക്കുകയാണ്. വാസ് ഗ്ലോറിയസ് വിത്ത് ദി സൺസ് റിട്ടേണിങ് മാർച്ച്. എന്തുകൊണ്ടാണ് ആ തിളക്കം ഗ്ലോറിയസ് ആയിട്ട് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? സൺസ് റിട്ടേണിങ് മാർച്ച്, സൺസിൻ്റെ തിരികെ വരുന്ന ആ മാർച്ച്. എങ്ങനെയാണ് സണ്ണ് വരുന്നതെന്ന് പറയാണ്? സണ്ണ് മാർച്ച് ചെയ്ത് വരികയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യോദയത്തിനെ കുറിച്ചാണ്. സൺ റൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ സൺ റൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സൺസ് റിട്ടേണിങ് മാർച്ച്, സൺ ഇങ്ങനെ ഉദിച്ച് വരികയാണ്. അത് കവിൻ്റെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സൺസ് റിട്ടേണിങ് മാർച്ച്, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുവാണ്. അപ്പോൾ എവിടെയാണ് നമ്മളുടെ പോയിട്ട് നിൽക്കുന്നത്? ഒരു ഹില്ലിൻ്റെ മുകളിലാണ് നമ്മൾ പോയിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്കൈ, ഹെവൻസ് വൈഡ് ആർച്ച് ആയിട്ടുള്ള സ്കൈ തിളങ്ങി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ തിളക്കം? വിത്ത് സൺസ് റിട്ടേണിങ് മാർച്ച്, സൺറൈസ് ആയ ആ ടൈമിൻ്റെ, സണ്ണ് വരുന്ന ആ ടൈമിൻ്റെ ആ ഒരു തിളക്കത്തിലാണ് നമ്മുടെ സ്കൈ നിൽക്കുന്നത്. ആൻഡ് വുഡ്സ് വർ ബ്രൈറ്റൻഡ്. ആൻഡ് വുഡ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നിൽക്കുന്ന ആ ഹിൽസിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു ഫോറസ്റ്റ് ഏരിയ, അതിനെയാണ് ഇവിടെ വുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. വുഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കാടല്ല, കുറച്ചൊക്കെ ഒരു മരങ്ങളൊക്കെ ഉള്ളൊരു
തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഓക്കെ, ആ വുഡ്സ് വർ ബ്രൈറ്റൻഡ്. അപ്പോൾ ആ ഒരു സണ്ണിൻ്റെ പ്രകാശം കൊണ്ട് വുഡ്സൊക്കെ ഈ മരങ്ങളൊക്കെ വുഡ്സിൻ്റെ ആ കാടൊക്കെ ഇങ്ങനെ ബ്രൈറ്റൻ തിളങ്ങി നിൽക്കുകയാണ്. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്. ഇവിടെ ഗെയിൽസ് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് കൊടുങ്കാറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ഗെയിൽസ്, ഭയങ്കര ഇളം കൊടുങ്കാറ്റ്. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇളമായിട്ടുള്ള കൊടുങ്കാറ്റ്, ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർത്ത് ടു കിസ് ദി സൺസ് ക്ലാഡ് വെയിൽസ്. വെൻ ഫോർത്ത്, അത് മുന്നോട്ട് ഇങ്ങനെ വരികയാണ്. ടു കിസ്, എന്തിനാണ് മുന്നോട്ട് വരുന്നത്? കിസ് ചെയ്യാൻ. ദ സൺ ക്ലാഡ് വെയിൽസ്. ക്ലാഡ് എന്ന് വെച്ചാൽ കവേർഡ് എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. ക്ലാഡ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കവേർഡ് എന്നാണ്. അപ്പോൾ സൺ കവേർഡ് വെയിൽസ്. വെയിൽസ് എന്ന് വെച്ചാൽ വാലി. സണ്ണ് മൂടിക്കിടക്കുന്ന, സണ്ണിൻ്റെ ആ സൂര്യപ്രകാശം മൂടിക്കിടക്കുന്ന ആ വാലിയെ ചുംബിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇളം കൊടുങ്കാറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പോയിട്ട് ഈ ലൈൻസിലൂടെ പോയിട്ടൊരു ഹില്ലിൻ്റെ കുന്നിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ സ്കൈയിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ സ്കൈ മൊത്തം ആ ഉദയ സമയത്തിൻ്റെ ആ ഒരു പ്രഭയിൽ നിൽക്കുകയാണ്. വുഡ്സോ, നമ്മളുടെ കാട് എങ്ങനെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്, സൂര്യപ്രകാശം കൊണ്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർത്ത് ടു കിസ് ദി സൺ ക്ലാഡ് വെയിൽസ്. ഒരു ഇളം കൊടുങ്കാറ്റ് വന്നിട്ട് ആ സണ്ണ് കിസ് ചെയ്ത് നിൽക്കുന്ന, ആ സണ്ണിൻ്റെ പ്രകാശം ഇങ്ങനെ തട്ടി നിൽക്കുന്ന ആ ഒരു വാലിയെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് 4 ലൈൻസ്. നെക്സ്റ്റ് 4 ലൈൻസ് നോക്കാം. ദ ക്ലൗഡ്സ് were far beneath me, bathed in light. They gather midway around the wooded height, and in their fading glory shone like host in battle overthrown. അപ്പോൾ എന്താ പറയുന്നത്? ദ ക്ലൗഡ്സ് were far beneath me. ക്ലൗഡ്സ് എവിടെ നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നതിൻ്റെ കുറേ താഴെയാണ് ക്ലൗഡ്സ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ പോയിന്റ് നിൽക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്താണ്. ക്ലൗഡ്സ് ആയ അദ്ദേഹത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ബാത്തഡ് ഇൻ ലൈറ്റ്സ്. അപ്പോൾ ക്ലൗഡ്സ് എങ്ങനെയാണ് കാണപ്പെടുന്നത് മേലെ നിൽക്കുമ്പോൾ? ബാത്തഡ് ഇൻ ലൈറ്റ്സ്. ഈ സണ്ണിൻ്റെ പ്രകാശം കൊണ്ട് അതിങ്ങനെ ബാത്ത് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ പോയിന്റിന് ഉയരത്തുനിന്ന് ഈ ക്ലൗഡ്സ് താഴെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ സൂര്യപ്രകാശം കൂടി അതിൻ്റെ ആ ക്ലൗഡ്സിൻ്റെ മേലോട്ട് അടിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിങ്ങനെ ബാത്തഡ് ഇൻ ലൈറ്റ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ദ ഗാതേർഡ് മിഡ് വേ റൗണ്ട് ദി വുഡഡ് ഹൈറ്റ്. അപ്പോൾ ഈ മേഘങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവർ ഗ്യാദർ ചെയ്ത്, അവർ കൂട്ടം കൂടി നിൽക്കുകയാണ്. എവിടെ? മിഡ് വേ, ഒരു നടുവിലായിട്ട്. റൗണ്ട് ദി വുഡഡ് ഹൈറ്റ്, ഈ മരങ്ങളുടെയൊക്കെ നടുവിലായിട്ട്. ആ മരങ്ങളുടെ നല്ല ഹൈറ്റ് ഉണ്ട് മരങ്ങൾ വിചാരിച്ചോ, അതിൻ്റെയൊക്കെ ഒരു മിഡ് വേ, നടുവിലായിട്ട് ഈ മേഘങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇൻ ദെയർ ഫെയ്ഡിങ് ഗ്ലോറി. ഗ്ലോറി എന്ന് വെച്ചാൽ മഹത്വം, ഫെയ്ഡിങ് എന്ന് വെച്ചാൽ മാഞ്ഞു പോകുന്ന. അവരുടെ ഈ ഫെയ്ഡിങ് ഗ്ലോറി, അതായത് ഈ മേഘങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇപ്പോൾ നിൽക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അത് വിട്ടു പോകും, അകന്നു പോകും. അപ്പോൾ അവരുടെ ഗ്ലോറി, അവരുടെ ആ മഹത്വം ഇല്ലാതാവുന്ന, ഇങ്ങനെ മാഞ്ഞു പോകുന്ന മഹത്വം എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു ഗ്ലോറി ഇങ്ങനെ മാഞ്ഞു പോകുന്ന പറയുന്നത്. ഷോൺ ലൈക്ക് ഹോസ്റ്റേഴ്സ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ. അത് എങ്ങനെയാണ് ഈ പോയിന്റിന് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഹോസ്റ്റേഴ്സ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ. ഇവിടെ ഹോസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സോൾജിയേഴ്സിനെയാണ് കേട്ടോ. സോൾജിയേഴ്സിനെയാണ് ഹോസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സോൾജിയേഴ്സ് ബാറ്റിൽ, യുദ്ധത്തിൽ ഓവർത്രോൺ ആക്കപ്പെട്ടിട്ടുള്ള, അതായത് യുദ്ധത്തിൽ തോറ്റ് പിന്മാറി ഓടുന്ന ഈ സോൾജിയേഴ്സിനെ പോലെയാണ് ഈ നമ്മളുടെ മേഘങ്ങളെ പോയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മേഘങ്ങൾ ഇങ്ങനെ ഒരു മിഡ് വേയിൽ കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവർ പോവും. അവരുടെ ആ ഗ്ലോറി, ആ കൂടിച്ചേരൽ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയ്ഡ് ചെയ്ത് പോവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്? ലൈക്ക് ഹോസ്റ്റേഴ്സ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ. ബാറ്റിലിൽ തോറ്റ് ഓടിപ്പോകുന്ന സോൾജിയേഴ്സിനെ പോലെയാണ് അവർ എന്നാണ് നമ്മളുടെ പോയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിലെ ആദ്യത്തെ 4 ലൈൻസ് നമ്മൾ നോക്കി, രണ്ടാമത്തെ 4 ലൈൻസ് നോക്കി, അങ്ങനെ ടോട്ടൽ 8 ലൈൻസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ നെക്സ്റ്റ് 4 ലൈൻസ് നോക്കാം. As many a pinnacle with shifting glance through the grey mist thrust up its shattered lance, and rocking on the cliff was left, the dark pine blasted bare and cliffed.
ആസ് മെനി എ പിനക്കിൾ. പിനക്കിൾ എന്ന് വെച്ചാൽ കൊടുമുടി, പീക്കിനെയാണ് പിനക്കിൾ എന്ന് പറയുന്നത്. വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്. ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്, ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറിപ്പോവുക. ഗ്ലാൻസ് എന്ന് വെച്ചാൽ നോട്ടം, നോട്ടം മാറിപ്പോകുന്നതിനാണ് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളിങ്ങനെ നോട്ടം ഇങ്ങനെ ഒറ്റൊരു നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, ആസ് മെനി എ പിനക്കിൾ. നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഈ മേഘങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ എവിടേക്കോ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, പോയിട്ടിന് എന്താ കാണാൻ പറ്റുന്നത്, പിനക്കിൾ, കൊടുമുടി കാണാൻ പറ്റുന്നുണ്ട്. ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പ് ഇസ് ഷാറ്റേർഡ് ലാൻഡ്സ്. ത്രൂ ദ ഗ്രേ മിസ്റ്റ്, അതെങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, ഈ ഗ്രേ മിസ്റ്റിലൂടെ. മിസ്റ്റ് എന്ന് വെച്ചാൽ മൂടൽമഞ്ഞ്. ഈ ഒരു ഗ്രേ മിസ്റ്റിലൂടെ ത്രസ്റ്റ് എന്ന് വെച്ചാൽ തള്ളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ത്രസ്റ്റ് അപ്പ് എന്ന് വെച്ചാൽ മുകളിലോട്ട് തള്ളി നിൽക്കുക. ഷാറ്റേർഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് കുറേ പീസസ് ആയിട്ട് കിടക്കുകയാണ്. ലാൻഡ്സ് എന്നുള്ള ടേമിൻ്റെ മീനിങ് കുന്തം പോലെ. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു മിസ്റ്റിൻ്റെ ഇടയിൽ ഒരു മൂടൽമഞ്ഞുണ്ട്. ആ മൂടൽമഞ്ഞിൻ്റെ ഇടയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കുന്തം പോലെ മുകളിലോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെന്താ സാധനം എന്ന് നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. ആൻഡ് റോക്കിംഗ് ഓൺ ദി ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലിഫ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ പൈൻ മരങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ പറയുന്നത്, ത്രൂ ദ ഗ്രേ മിസ്റ്റ് ട്രസ്റ്റ് അപ്പ് ഇറ്റ് ഷാറ്റേർഡ് ലാൻഡ്സ്. അപ്പോൾ ഗ്രേ മിസ്റ്റിലൂടെ, ഇളം മൂടൽ മഞ്ഞിലൂടെ അതിൻ്റെ ഈ ഷാറ്റേർഡ് ആയിട്ടുള്ള, ബ്രോക്കൺ ആയിട്ടുള്ള, അപ്പോൾ ഈ പിക്ചറിൽ മേലെ ഭാഗത്ത് കാണുന്ന പോലെ അതിൻ്റെ ആ ഒരു മേലെ ഭാഗം ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് കുന്തം പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മൂടൽ മഞ്ഞിൻ്റെ ഇടയിലൂടെ അത് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പോയിന്റിനെ. ആൻഡ് റോക്കിംഗ് ഓൺ ദി ക്ലിഫ് വാസ് ലെഫ്റ്റ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു കുന്തം പോലെ ആയത്, ഈ ക്ലിഫിൽ വന്ന് അടിച്ചിട്ട് അതിൻ്റെ മേൽഭാഗമൊക്കെ പൊട്ടി കിടക്കുകയാണെന്നാണ് പറയുന്നത്. ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. അപ്പോൾ ഈ ഡാർക്ക് പൈൻ ആയിട്ടുള്ള മരങ്ങൾ ഈ ക്ലിഫിൽ വന്ന് ഇടിച്ചിട്ട് ബ്ലാസ്റ്റഡ്, അതിങ്ങനെ പൊട്ടി പിളർന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ബെയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ പോയിട്ട് അതിങ്ങനെ നഗ്നമായിട്ട് നിൽക്കുകയാണ്. ക്ലെഫ്റ്റ് എന്ന് വെച്ചാൽ പിളരുക എന്നാണ് ടേമിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു പൈൻ മരങ്ങൾ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ അതിൻ്റെ ബ്രോക്കൺ പീസസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ പോയിറ്റിന്. അപ്പോൾ ഈ ലൈൻസിൽ എന്താ പറയുന്നത്, അദ്ദേഹത്തിന് കൊടുമുടികൾ കാണാൻ പറ്റും, പിനക്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒറ്റ നോട്ടത്തിലേക്ക് ഇങ്ങനെ കൊടുമുടികൾ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മിസ്റ്റ് ഉണ്ട്, മൂടൽമഞ്ഞുണ്ട്. ആ മൂടൽമഞ്ഞിൻ്റെ ഇടയിലൂടെ എന്തോ ഒരു സാധനം കുന്തം പോലെ ഇങ്ങനെ മേലോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അതെന്താണ്, നമ്മളുടെ പൈൻ മരങ്ങൾ ഈ ക്ലിഫ്റ്റിൽ അടിച്ചിട്ട് പൊട്ടിയിട്ട് അതിൻ്റെ ആ ഒരു പൊട്ടിയ ഭാഗം, മേലെ കാണുന്ന ആ പൊട്ടിയ ഭാഗം ആണ് ഈ കുന്തം പോലെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇതാണ് ഈ ലൈൻസിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസ് നോക്കാം. So next lines, the veil of clouds was lifted and below glowed the rich valley and the river flow was darkened by the forest shade, or glistened in white cascade, where upward in the mellow blush of day the noisy bittern wheeled his spiral way. അപ്പം എന്താ പറയുന്നത്, ദ വെയിൽ ഓഫ് ക്ലൗഡ്സ് വാസ് ലിഫ്റ്റഡ്. വെയിൽ എന്ന് വെച്ചാൽ മറ, ലൈക്ക് കേർട്ടൻ പോലെ നമ്മൾ ഈ ഷാൾ ഇടൂലേ, അതിനെയാണ് വെയിൽ എന്ന് പറയുന്നത്. ആ ഷാളിനെയാണ് വെയിൽ എന്ന് പറയുന്നത്, ഇങ്ങനെ മുഖം മറക്കുന്ന ആ ഷാളിനെ. അപ്പോൾ വെയിൽ, മറ പോലെ നിന്നിരുന്ന ആ ക്ലൗഡ്സ് വാസ് ലിഫ്റ്റഡ്, അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പൊങ്ങിപ്പോയി. അതായത് ആ മറ, ക്ലൗഡ്സിൻ്റെ ആ മറ മാഞ്ഞു പോയി, കഴിഞ്ഞു പോയി. ആ ക്ലൗഡ്സിൻ്റെ മറ ഇപ്പം ഇല്ല, അതായത് ക്ലൗഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. ആൻഡ് ബിലോ ഗ്ലോഡ് ദ റിച്ച് വാലി. ഇപ്പോൾ പോയിറ്റിന് താഴേക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ താഴെ കാണാൻ പറ്റുന്നത്, ഗ്ലോഡ്, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ദ റിച്ച് വാലി, ഭയങ്കര റിച്ച് ആയിട്ടുള്ള വാലി, നദികളും മരങ്ങളും ഒക്കെ കാരണം റിച്ച് ആയിട്ട് കിടക്കുന്ന ആ വാലി ഇപ്പോൾ നമ്മളുടെ പോയിറ്റിന് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദ റിവർ ഫ്ലോസ് വാസ് ഡാർക്കൻഡ് ബൈ ദി ഫോറസ്റ്റ് ഷെയ്ഡ്. ഇപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വാസ് ഡാർക്കൻഡ് ബൈ ദി ഫോറസ്റ്റ് ഷെയ്ഡ്. ചില ഏരിയയിലെ ആ റിവറൊക്കെ ഈ ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് കാരണം, ഫോറസ്റ്റിൻ്റെ നിഴൽ കാണണം, അങ്ങനെ ഒരു ഡാർക്ക് കളറിലാണ് പോയിറ്റിന് മേലെ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, മേലെ നിന്നുള്ള ആ വ്യൂ നിങ്ങൾ ആലോചിക്കുക. മേലെ നിൽക്കുകയാണ് പോയിട്ട്, ഹില്ലിൻ്റെ മേലെ നിൽക്കുകയാണ്, താഴെ റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ റിവറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ ഷെയ്ഡ്, നിഴൽ കാരണം റിവർ ഇങ്ങനെ മേലെ നിന്ന് നോക്കുമ്പോൾ ഡാർക്കറായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓർ അല്ലെങ്കിൽ ഗ്ലിസൻഡ് ഇൻ വൈറ്റ് കാസ്കേഡ്. ഗ്ലിസൺ എന്ന് വെച്ചാൽ തിളങ്ങുക എന്നാണ് കേട്ടോ. ഇൻ വൈറ്റ് കാസ്കേഡ് എന്ന് വെച്ചാൽ വാട്ടർഫാൾ.
അപ്പോൾ ചില ഏരിയയിൽ നിന്ന് മേലെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് റിവർ കാണപ്പെടുന്നത്? ഗ്ലിസൻഡ്, തിളങ്ങാണ്. ഇൻ വൈറ്റ് കാസ്കേഡ്, കാസ്കേഡ് എന്ന് വെച്ചാൽ വാട്ടർഫാൾ. ഈ വാട്ടർഫാളിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ വെള്ള കളറിൽ മേലെന്ന് തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, മേലെന്ന് ഇപ്പോൾ ക്ലൗഡ്സൊക്കെ പോയിട്ടുണ്ട്, നമ്മളുടെ വാലി ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വാലിയിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയെ ചില ഭാഗങ്ങൾ കാണാൻ പറ്റുന്നത് ഡാർക്കറായിട്ടാണ്. അതെന്തുകൊണ്ടാണ്? മരങ്ങളുടെ നിഴൽ കാരണം. ചില ഭാഗത്ത് വൈറ്റായിട്ട് കാണാൻ പറ്റുന്നത് അതെന്താണ്? കാസ്കേഡ്, അവിടെ വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫാൾ ഉണ്ട്. ആ വാട്ടർഫാളാണ് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. വേർ അപ്വേർഡ്, മേലോട്ട് വരികയാണെങ്കിലോ, അപ്വേർഡ് മേലോട്ട് വരികയാണെങ്കിൽ ഇൻ ദി മെല്ലോ ബ്ലഷ് ഓഫ് ഡേ. അപ്പോൾ അദ്ദേഹം ആ നോട്ടം, ആ താഴേക്ക് നോക്കുന്നത് മേലോട്ട് നോക്കുമ്പോൾ ഇൻ ദി മെല്ലോ ബ്ലഷ് ഓഫ് ഡേ. മെല്ലോ എന്ന് വെച്ചാൽ മൃദുവായിട്ടുള്ള, ബ്ലഷ് ഓഫ് ഡേ ഈ സൂര്യപ്രകാശത്തിൻ്റെ ആ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒരു മൃദുവായിട്ടുള്ള ബ്ലഷ്, ഒരു തിളക്കം, ഒരു ചുവപ്പ് നിറം എന്നൊക്കെ പറയാം. നമ്മൾ ബ്ലഷ് ചെയ്യുന്ന ആ ഒരു ബ്ലഷ് ചെയ്യുമ്പോഴുള്ള ആ കളറുണ്ടല്ലോ, ഒരു ചെറിയ റെഡ് ഷെയ്ഡ്, അത് കാണാൻ പറ്റുന്നുണ്ട് മേലെ. ഓക്കെ, അത് മേലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പോയിട്ടിന് അത് കാണാൻ പറ്റുന്നുണ്ട്. ദ നോയ്സി ബിറ്റേൺ വീൽഡ് ഹിസ് സ്പൈറൽ വേ. നോയ്സി എന്ന് വെച്ചാൽ ഇങ്ങനെ നോയ്സ്, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. ബിറ്റേൺ എന്ന് വെച്ചാൽ പക്ഷിയാണ് കേട്ടോ, ഒരു പല രീതിയിലുള്ള പക്ഷികളെയാണ് ബിറ്റേൺ എന്ന് പറയുന്നത്. ആ ബിറ്റേൺ ആയിട്ടുള്ള പക്ഷി വീൽഡ് ഹിസ് സ്പൈറൽ വേ. വീൽഡ് ഹിസ് സ്പൈറൽ വേ, വീൽഡ് എന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണ് വീൽഡ് എന്ന് പറയുന്നത്. ഹിസ് സ്പൈറൽ വേ, അതിങ്ങനെ വട്ടമിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മേലെ. ഓക്കെ, ഇങ്ങനെ വട്ടമിട്ട് ആ പ്രദേശത്ത് ഇങ്ങനെ വട്ടമിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിറ്റേൺ ആയിട്ടുള്ള ബേർഡ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻസിൽ എന്താ പറയുന്നത്, ക്ലൗഡ്സ് പോയി വാലി കാണാൻ പറ്റുന്നുണ്ട്. റിവേഴ്സ് നോക്കുമ്പോൾ ചില ഏരിയയിൽ ഡാർക്കറാണ്, ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് കാരണം. ചില ഏരിയയിൽ വൈറ്റ് ആണ്, അതെന്തുകൊണ്ടാണ്? വാട്ടർഫാൾ കാരണം. പിന്നെ മേലോട്ട് നോക്കുമ്പോൾ മില്ലോ ബ്ലഷ് ആയിട്ട് അങ്ങനെ ആകാശം മൊത്തം ഇങ്ങനെ ബ്ലഷ് ചെയ്ത പോലെ റെഡിഷ് കളറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മൃദുവായിട്ടുള്ള ഒരു റെഡിഷ് കളറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഒരു ബിറ്റേൺ ബേർഡ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്, വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് സീന് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിലോട്ടാണ് പോകുന്നത്. അതിനു മുൻപ് ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് പഠിച്ചൊന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ 4 ലൈൻസ് പഠിച്ചു. അപ്പോൾ ഈ 4 ലൈൻസിൽ എന്താ പറയുന്നത്, അദ്ദേഹം നമ്മുടെ പോയിട്ട് ഹില്ലിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, സ്കൈ കാണാൻ പറ്റുന്നുണ്ട്. സ്കൈയിൽ നമ്മളുടെ സൺറൈസ് ആണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സീനറി. അപ്പോൾ ആ സൺറൈസിൻ്റെ ലൈറ്റ് കാരണം അദ്ദേഹം നിൽക്കുന്ന ആ വാലി മൊത്തം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ സൺറൈസ് ഉദിക്കുന്ന വെളിച്ചം കാരണം. അതായിരുന്നു നമ്മൾ ഫസ്റ്റ് 4 ലൈൻസിൽ നോക്കിയത്. സെക്കൻഡ് 4 ലൈൻസിൽ നമ്മൾ ക്ലൗഡ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ക്ലൗഡ്സ് ഉണ്ട് മിഡ്വേയിൽ, ഈ വുഡിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ മിഡ്വേയിലായിട്ട് ക്ലൗഡ്സ് നിൽക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ കൂടിച്ചേർന്നിട്ടും പിന്നീട് ഇത് ആ കൂടിച്ചേരൽ പിരിഞ്ഞു പോയിട്ടും ഒക്കെയാണ് നിൽക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഹോസ്റ്റ് ഇൻ ദി ബാറ്റിൽ ഓഫ് ത്രോൺ. എങ്ങനെയാണ് പറയപ്പെടുന്നത്, യുദ്ധത്തിൽ തോറ്റു പിന്മാറുന്ന സോൾജിയേഴ്സിനെ പോലെ അതിങ്ങനെ ഫെയ്ഡായി പോകുന്നുണ്ട് എന്നാണ് നെക്സ്റ്റ് 4 ലൈൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെയുള്ള 4 ലൈൻസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ക്ലിഫ് പിനക്കിളിനെ കുറിച്ചാണ്. നമ്മളുടെ ഒരു കൊടുമുടി ഉണ്ട്, ആ കൊടുമുടി ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്ലൗഡ്സിൻ്റെ മിസ്റ്റിൻ്റെ ഒക്കെ ഇടയിൽ ഇടയ്ക്ക് ആ ഒരു കൊടുമുടി കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെന്താ കാണാൻ പറ്റുന്നത്, പൈൻ മരങ്ങൾ ഇങ്ങനെ ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വെയിൽ ഓഫ് ദി ക്ലൗഡ്സ് വാസ് ലിഫ്റ്റഡ്. ഇപ്പോൾ ക്ലൗഡ്സ് ഇല്ലാതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പോയിട്ടിന് ഇപ്പോൾ വാലി ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വാലിൻ്റെ ഇടയിൽ ഒരു നദി ഒഴുകുന്നുണ്ട്. അത് മേലെ നിന്ന് നോക്കുമ്പോൾ ചില ഏരിയ ഡാർക്കറായിട്ടാണ് കാണാൻ പറ്റുന്നത്, ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് കാരണം. ചില ഏരിയ ലൈറ്റായിട്ട് വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ വാട്ടർഫോൾ ഉണ്ട്, അതുകൊണ്ടാണ് അത് ലൈറ്റായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ മേലോട്ട് നോക്കുമ്പോൾ റെഡിഷ് കളറായിട്ടുള്ള സ്കൈ കാണാൻ പറ്റുന്നുണ്ട്, അതിലൂടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നൊരു ബേർഡുമുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയാണ് നോക്കാൻ പോകുന്നത്. ഇതും ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. I heard the distant water dash, I saw the current whirl and flash, and richly by the blue lake's silver beach, the wood were bending with a silent reach. അപ്പോൾ എന്താ പറയുന്നത്, ഐ ഹിയർ ദി ഡിസ്റ്റൻറ്റ് വാട്ടർ ഡാഷ്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ദൂരെ നിന്ന് ഒരു വാട്ടർ ഡാഷ്.
ഡാഷ് എന്ന് വെച്ചാൽ ഓടുക, വളരെ ഫാസ്റ്റായിട്ട് വേഗത്തിൽ ഓടുന്നതിനാണ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, കുറേ ദൂരെ നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഐ സോ ദി കറൻറ്റ് വേൾ ആൻഡ് ഫ്ലാഷ്. അപ്പോൾ എന്താ പറയുന്നത്, ആ വെള്ളത്തിൻ്റെ കറൻറ്റ് വേൾ ആൻഡ് ഫ്ലാഷ് എന്ന് വെച്ചാൽ വേൾ എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് കറക്കം. ഓക്കെ, ആ വെള്ളത്തിൻ്റെ ആ കറൻറ്റ് വേൾ, ആ വെള്ളത്തിൻ്റെ കറക്കം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഫ്ലാഷ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് റഷ്, ആ വെള്ളത്തിൻ്റെ റഷ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് റിച്ച്ലി ബൈ ദി ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച്. പിന്നെന്താ കാണാൻ പറ്റുന്നത്, ബൈ ബ്ലൂ ലേക്ക്, ഈ ബ്ലൂ ലേക്കിൽ സൈഡിലായിട്ട് സിൽവർ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ വെള്ളത്തിൻ്റെ നിറം ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ ഒരു സിൽവർ ബീച്ച് പോലെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൈഡിൽ ഒരു സിൽവർ ബീച്ച് പോലെ ആ വെള്ളം ഇങ്ങനെ അടിച്ചിങ്ങനെ പോകുമ്പോൾ ഫ്ലാഷ് ചെയ്ത് ഇങ്ങനെ റഷ് ചെയ്ത് പോകുന്നത് കാരണം അദ്ദേഹത്തിന് അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഒരു സിൽവർ ബീച്ച് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ദ വുഡ് വർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്. അതിൻ്റെ അരികിലായിട്ട് എന്താ സംഭവിക്കുന്നത്, വുഡ് മരങ്ങൾ വർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്, സൈലൻ്റ് ആയിട്ട് ഈ റിവറിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്നതും പോയിറ്റിന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ദൂരെ നിന്നൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ വെള്ളം കറങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ റഷ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഒരു സിൽവർ ബീച്ച് പോലെ ഈ ബ്ലൂ വെള്ളം ഇങ്ങനെ അടിച്ച് പതയായിട്ട് അതിൻ്റെ ഒരു സിൽവർ ബീച്ച് പോലെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു വുഡ് മരങ്ങൾ ഇങ്ങനെ അതിനോട് ചാഞ്ഞ് നിൽക്കുന്നതും അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. Then over the valley with gentle swell, the music of village bell came sweetly to the echo-giving hills, and the wild horn, whose voice the woodland fills, was ringing to the merry shout that faint and far the glen sent out, were answering to the sudden shot, thin smoke through thick-leaved branches from the dingle brook. അപ്പോൾ എന്താ പറയുന്നത്, ദെൻ ഓവർ ദി വാലിയുടെ മുകളിലായിട്ട്, ഓക്കെ, വിത്ത് ജെൻറ്റിൽ സ്വെൽ. ജെൻറ്റിൽ എന്ന് വെച്ചാൽ മൃദുവായിട്ട്, സ്വെൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം വരികയാണ്. അപ്പോൾ എന്തിൻ്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദ മ്യൂസിക് ഓഫ് വില്ലേജ് ബെൽസ്. ഈ വില്ലേജ് ബെൽസിൻ്റെ ചർച്ചിലെ ആ ബെല്ലിൻ്റെ സൗണ്ട് നമ്മളുടെ വാലിൻ്റെ മുകളിലൂടെ വരികയാണ്. ഓക്കെ, കെയിം സ്വീറ്റ്ലി ടു ദി എക്കോ ഗിവിങ് ഹിൽസ്. അത് സ്വീറ്റായിട്ട് ഭയങ്കര സ്വീറ്റുമായിട്ട് ആ സൗണ്ട് ഈ എക്കോ തരുന്ന, ഈ ഹില്ലിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും സൗണ്ട് ഇട്ടാൽ അത് എക്കോ ചെയ്യുമല്ലോ, അത് എക്കോ ആയിട്ട് ഹില്ലിൻ്റെ മുകളിലോട്ട് വരികയാണ്. ഈ വില്ലേജ് എന്നുള്ള ആ ചർച്ചിൽ നിന്നുള്ള ആ മണിമുഴക്കം ഈ ഹില്ലിൻ്റെ മുകളിൽ എക്കോ ആയിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദ വൈഡ് ഹോൺ ഹൂസ് വോയിസ് ടു ദ വുഡ്ലാൻഡ് ഫീൽസ്. അപ്പോൾ ആ വുഡ്ലാൻഡിലോ ആ ഹില്ലിൻ്റെ മുകളിലോ ഒരു വൈൽഡ് ഹോൺ, ഒരു വേഴാമ്പൽ, അതിൻ്റെ ശബ്ദം ഇങ്ങനെ ഈ മലമുകളിൽ മൊത്തം, ഈ ഹിൽസിൻ്റെ മുകളിൽ മൊത്തം ഫിൽ ചെയ്ത് കിടക്കുകയാണ്. ആ ഹില്ലിൻ്റെ മുകളിൽ മൊത്തം ആരുടെ ശബ്ദമാണ് കേൾക്കാൻ പറ്റുന്നത്, ഈ ഒരു വേഴാമ്പലിൻ്റെ ശബ്ദമാണ് കേൾക്കാൻ പറ്റുന്നത്. വാസ് റിംഗിങ് ടു ദി മാരി ഷൗട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത്, ഈ ഒരു വില്ലേജിൽ നിന്നുള്ള ആ ബെല്ലിൻ്റെ മുഴക്കത്തിന് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ വേഴാമ്പൽ അതിൻ്റെ ശബ്ദം കൊടുക്കുന്നത്. ഓക്കെ, മേരി ഷൗട്ട്, അതൊരു മറുപടി എന്നുള്ള രീതിയിൽ അതും ഷൗട്ട് ചെയ്യാം. ദാറ്റ് ഫെയിൻറ്റ് ആൻഡ് ഫോർ ദ ഗ്ലെൻ സെൻറ്റ് ഔട്ട്. അപ്പോൾ അതെങ്ങനെ കേൾക്കാൻ പറ്റുന്നത്, ഫെയിൻറ്റ് ചെയ്തിട്ടൊന്ന് മാഞ്ഞ് ദൂരെ നിന്ന് കുറച്ച് ചെറിയ ശബ്ദം പോലെ, ഒരു മാഞ്ഞ ശബ്ദം പോലെയാണ് കേൾക്കാൻ പറ്റുന്നത്. ദ ഗ്ലെൻ സെൻറ്റ് ഔട്ട്. ഗ്ലെൻ എന്ന് വെച്ചാൽ ഇവിടെ വാലി എന്നാണ് കേട്ടോ, നിങ്ങളുടെ പോയറ്റിൽ ഗ്ലെൻ എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് വാലി എന്നാണ്. വാലി കൊടുക്കുന്ന ഒരു മറുപടി പോലത്തെ ഒരു സൗണ്ടാണ് ഈ നമ്മളുടെ വേഴാമ്പൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെർ ആൻസറിങ് ടു ദി സഡൻ ഷൗട്ട് തിൻ സ്മോക്ക് ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദി ഡിങ്കിൾ ബ്രോക്ക്. ഇവിടെ ഡിങ്കിൾ ബ്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എ ഡീപ്പ് വുഡഡ് നാരോ വാലി. ഓക്കെ, ഡീപ്പായിട്ടുള്ള വുഡുകൾ നിറഞ്ഞിട്ടുള്ള ഒരു നാരോ വാലിക്കാണ് ഡിങ്കിൾ ബ്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഡിങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിങ്കിൾ ബ്രോക്കിൻ്റെ ഇടയിലൂടെ ഒരു ആൻസർ ടു ദി സഡൻ ഷോട്ട്, ഒരു സഡൻ ഷോട്ടിൻ്റെ ഒരു മറുപടി ആയിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു തിൻ സ്മോക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ്, ഈ തിക്ക് ലീവ്സ് ബ്രാഞ്ചസിൻ്റെ ഇടയിലൂടെ ഒരു തിൻ സ്മോക്ക് ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് നമ്മളുടെ പോയിറ്റിന് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റാൻസ. ഇനി നമുക്ക് നമ്മളുടെ ബുക്കിലോട്ടൊന്ന് പോവാം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് പോയത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസയാണ്. അപ്പോൾ ഫസ്റ്റ് 4 ലൈൻസിൽ എന്താ പറഞ്ഞത്? ദൂരെ നിന്ന് വെള്ളം ചാടുന്നതായിട്ടുള്ള ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, കറങ്ങി ഇങ്ങനെ തിരിഞ്ഞു പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ സൈഡിലായിട്ടൊരു സിൽവർ ബീച്ച് പോലെ, ബ്ലൂ വെള്ളത്തിൻ്റെ ആ ഒരു അടിക്കൽ കാരണം ഒരു സിൽവർ ബീച്ച് പോലെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ദ വുഡ് വർ ബെൻഡിങ് വിത്ത് എ സൈലൻറ്റ് റീച്ച്, അതിൻ്റെ സൈഡിലായിട്ട് മരങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഒരു വില്ലേജിൽ നിന്നുള്ള ഒരു ശബ്ദം, മണിമുഴക്കം കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മളുടെ ഹില്ല് മൊത്തം എക്കോ ചെയ്യുന്നുണ്ട്. ആ മണിയുടെ ശബ്ദം ഹില്ല് മൊത്തം എക്കോ ചെയ്യുന്നുണ്ട്. അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഹില്ലിൻ്റെ മുകളിൽ നിന്ന് വേഴാമ്പൽ സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഈ തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിലായിട്ട് ഒരു തിൻ സ്മോക്ക് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടും നമ്മളുടെ പോയറ്റിന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സെക്കൻഡ് സ്റ്റാൻസയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് തേർഡ് സ്റ്റാൻസയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ഇഫ് ദോ ആർട്ട് worn and heart beset with sorrows that thou wouldst forget, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills. No tears dim the sweet look that nature wears. അപ്പം എന്താ പറയുന്നത്? ഇഫ് ദോ ആർട്ട് വോർ ആൻഡ് ഹാർട്ട് ബിസെറ്റ്. ഇവിടെ ദോ എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് യു എന്നാണ് കേട്ടോ. യു ആർ വോൺ എന്ന് വെച്ചാൽ ടയേർഡ്. ഓക്കെ, യു ആർ ടയേർഡ്. ഇഫ് യു ആർ ടയേർഡ്, നിങ്ങൾ ഭയങ്കര ക്ഷീണിതയായി തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ആൻഡ് ഹാർട്ട് ബിസെറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ, ബിസെറ്റ് എന്നുള്ള ടേം ഇവിടെ മീനിങ് വരുന്നത് എഫക്റ്റ് സംബഡി ഓർ സംതിങ് ഇൻ എ ഹാംഫുൾ വേ. ഓക്കെ, നിങ്ങൾ ഹാംഫുള്ളായിട്ട് എന്തോ കാര്യം നിങ്ങളെ ഇങ്ങനെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിത്ത് സോറോസ് ഭയങ്കര സങ്കടത്തിലാണ്, നിങ്ങളത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര വിഷമത്തിലാണെങ്കിൽ, ദാറ്റ് ദോ വുഡ്സ് ഫോർഗെറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? വുഡ്സ് എന്നുള്ളത് ഒരു അക്രിക് ടേമാണ് കേട്ടോ. പഴയകാല ഇംഗ്ലീഷിൽ യൂസ് ചെയ്തിരുന്ന വുഡിന് പകരം യൂസ് ചെയ്തതാണ് വുഡ്സ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ദോ വുഡ് ഫോർഗെറ്റ്, അതായത് നിങ്ങൾക്ക് ദോന്ന് വെച്ചാൽ യു. ഓക്കെ, നിങ്ങൾക്കത് മറക്കാൻ കഴിയാത്തൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങളിങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് ദോ വുഡ്സ് റീഡ് എ ലെസൺ, ആ ഒരു നിങ്ങൾക്ക് ആ ഒരു വിഷമകരമായിട്ടുള്ളൊരു പാഠം നിങ്ങളിങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒരു വിഷമഘട്ടത്തിലൂടെ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വിൽ കീപ് ദേ ഹേർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദേ സോൾ ഫ്രം സ്ലീപ്പ്. ദേ എന്നുള്ള ടേം ഇവിടെ മീൻ ചെയ്യുന്നത് യുവർ. ഓക്കെ, യുവർ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ്, നിങ്ങളുടെ ഹേർട്ട് ഇങ്ങനെ ഫെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ സോൾ ഫ്രം സ്ലീപ്പ്, നിങ്ങളുടെ സോളോ സ്ലീപ്പ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ഭയങ്കര ടയേർഡാണ്, എന്തോ നിങ്ങളെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്, നിങ്ങൾക്ക് ആ ഒരു വിഷമം മറക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു സംഭവം ഇങ്ങനെ നിങ്ങളിങ്ങനെ ആ ഒരു വിഷമത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്, ആ ഒരു ലെസണിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്, നിങ്ങളുടെ ഹേർട്ട് ഭയങ്കര ടയേർഡാണ്, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഗോ ടു ദി വുഡ് ആൻഡ് ഹിൽസ്, നിങ്ങൾ വുഡിലോട്ട്, നിങ്ങൾ ഫോറസ്റ്റിലോട്ട്, മരങ്ങളുടെ ഇടയിലോട്ട് പോവുക, അതേപോലെ ഹിൽസിലോട്ട് പോവാനാണ് പറയുന്നത് കേട്ടോ. നോ ടിയേഴ്സ് ഡിം ദി സ്വീറ്റ് ലുക്ക് ദാറ്റ് നാച്ചർ വെയേഴ്സ്. അപ്പോൾ നാച്ചർ ധരിച്ചിരിക്കുന്ന ആ ഒരു സ്വീറ്റ് ലുക്ക്, പ്രകൃതിയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഭംഗി, നോ ടിയേഴ്സ് ഡിം, ആ ഒരു ടിയേഴ്സിനും ഒരു കണ്ണുനീരിനും അത് കളയാൻ പറ്റില്ല, അത് ഡിം ചെയ്യാൻ പറ്റില്ല, അത് കുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. എന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ നാച്ചറിലോട്ട് പോകാനാണ് പറയുന്നത്. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ആ വിഷമമൊക്കെ മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് സ്റ്റാൻസായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? നിങ്ങൾക്ക് ഭയങ്കര വിഷമങ്ങളുണ്ട്, നിങ്ങൾക്കത് മറക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ വിഷമത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്, നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിൽസിലോട്ട്, അതേപോലെ തന്നെ വുഡ്സിലോട്ട്, നാച്ചറിലോട്ട് ഇറങ്ങാനാണ് പറയുന്നത്. ഒരിക്കൽ നാച്ചറിനുള്ള ആ ഭംഗി, നമ്മളുടെ പ്രകൃതിയുടെ ആ ഭംഗി ഒരിക്കലും മാഞ്ഞു പോവില്ല. ഏത് വിഷമങ്ങളും ആ ഒരു പ്രകൃതി കാണുമ്പോൾ മാഞ്ഞു പോയാലും ആ പ്രകൃതിയുടെ ഭംഗി മാഞ്ഞു പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ പോയം അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൺറൈസ് ഓൺ ദി ഹിൽസ് എന്നുള്ള പോയം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.